ഹായ് നമസ്കാരം. അപ്പോൾ ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. ഗുലാൻ തട്ടുകടയുടെ പൂജ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിലെ ഡയറക്ടർ നമ്മുടെ മുമ്പിലുണ്ട്. നമസ്കാരം. ഇതിന്റെ വിശേഷങ്ങളിലേക്ക് എന്ത് പറയാം? എല്ലാവരും കുറുമൊത്തം ഉണ്ട്. വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് ഇതൊരു അതാണ് അപ്ഡേഷൻ നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ 22-ാം തീയതി നമ്മൾ ഈ വരുന്ന 22-ാം തീയതി, ഈ മാസം 22-ാം തീയതി ഷൂട്ട് തുടങ്ങാണ്. ഒരു ഫുള്ളി എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ഫുൾ കോമഡി പടമാണ്. നിങ്ങൾക്ക് ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു ചിരിപ്പടമായിരിക്കും. ആരൊക്കെയായിരിക്കും ഈ പടത്തില് കാസ്റ്റ് ആയിട്ട് പെടുന്നത്? കാസ്റ്റ് ഗുലാൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ വരുന്നത് നമ്മുടെ പ്രമുഖ ഷെഫ് സുരേഷ് പിള്ളയാണ്. കൂടാതെ ഷഹീൻ സിദ്ദീഖിയുടെ മകൻ, പിന്നെ സുധീർ കരമന, ഡ്രാക്കുള സുധീർ, കോമഡി ഒക്കെ ചെയ്യോ? സീരിയസ് റോളൊക്കെ കണ്ടിട്ടുള്ളൂ. ഷഹീന്റെ ക്യാരക്ടർ നമുക്കിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ ഷഹീൻ ഒരു പക്ഷേ ഇന്ന് വരെ ഷഹീൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞാണത്, ഞാൻ ഇന്ന് വരെ ചെയ്യാത്തൊരു സാധനമാണ് ഇക്കാന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അത്രയും പ്രതീക്ഷയോട് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഷഹീന്റെ വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പ് നമുക്കിത് കാണാം. ഈ പടത്തിന്റെ പേരിട്ട് കേൾക്കുമ്പോഴേ നമുക്ക് തുറപ്പൂലായിട്ടൊരു ബന്ധമുണ്ടല്ലോ. അപ്പൊ അതിന്റെ അണിയറപ്പുറത്ത് ഇതിന് കോപ്പറേറ്റ് വല്ലതും വന്നിട്ടുണ്ടോ? കോപ്പിറൈറ്റ് ലോകത്ത് ആർക്കും മേടിക്കാൻ പാടില്ലെന്നാണ് ശരിക്കും പറയുന്നത്. പക്ഷേ ഈ ഗുലാൻ തട്ടുകട തുറുപ്പ് ഗുലാൻ എന്ന് പറയുന്ന പേരും ഇതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. തുറുപ്പ് ഗുലാൻ എന്ന് പറയുന്നത് അതിലേക്ക് ഞാൻ വരാം. ശരിക്കും ഈ ഗുലാൻ തട്ടുകട എന്ന് പറയുന്ന ആ തട്ടുകട അത് ശരിക്കും എന്റെ സ്വന്തം പേരിലുള്ള വൈറ്റിലിൽ ഞാൻ നടത്തിയൊരു തട്ടുകടയുടെ പേരാ. മമ്മൂക്കൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് എന്റെ വിശ്വാസം. അറിയുമല്ലോ. പിന്നെ തുറപ്പൂലാനിലെ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ മമ്മൂക്ക ചെയ്ത കഥാപാത്രമായിട്ടൊന്നും ഇതിൽ യാതൊരു ബന്ധമൊന്നുമില്ല. ഇത് വേറൊരു പാറ്റേൺ സിനിമ. ദൈവം സഹായിച്ച് ഗംഭീരമായിട്ട് എല്ലാവരും എത്തി. സമയത്ത് നടന്നു എന്നുള്ളതാണ്. നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് എത്തിയത് പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം കറക്റ്റ് സമയത്ത് വന്നു. അടുത്ത സുഹൃത്താണ് മുന്നേ. ഒരു 10-15 വർഷത്തിന് മേലായിട്ട് ഈ സിനിമ ഫീൽഡിൽ നിന്നിട്ട് സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യുക എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് ഒരു പരിസമാപ്തിയിലെത്തിയത് ഗുലാൻ തട്ടുകടയിലൂടെയാണ്. അപ്പോൾ അതിനുള്ള അതുപോലെ നമ്മുടെ ബ്രൈറ്റ് ഉണ്ട്, നിഷയുണ്ട്, എല്ലാവരും ഉണ്ട്. അഭിനയിക്കുന്ന ആളുകളാണ്. എന്തായാലും കിട്ടിയൊരു അവസരം സന്തോഷമല്ലേ? ഇത് വളരെ ചെറിയൊരു പടമാണ്, എന്നാലും അതിന്റെ മിതമായ രീതിയിൽ നമ്മളൊരു ആർഭാടമായി തന്നെ ഇത് ചെയ്യും. എല്ലാത്തിനും സന്തോഷമുണ്ട്. അപ്പം ആശംസ നല്ല ഗോഡ് ബ്ലെസ് യു. സാറിലേക്ക് വരാൻ സാറിന് എന്താ പറയാനുള്ള പ്രേക്ഷകരോട്? അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ സിനിമകൾ എപ്പോഴും സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ് മലയാളികൾ. അതും നല്ല സിനിമകളാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കും. പിന്നെ ഞാൻ ഉൾപ്പെടെയുള്ള എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എല്ലാ പ്രേക്ഷകരും തീരുമാനിക്കണം അങ്ങനെ തന്നെ ആയിരിക്കാം. 2 മണിക്കൂർ 2.25 മണിക്കൂർ ആർക്കും വീർപ്പുമുട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. എല്ലാവരും അവരവരുടെ ടെൻഷനുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടൊരു തിയേറ്ററിനെ ആശ്രയിക്കുന്നത് പോലെ. ഒരു 3 പാട്ടുകളുണ്ട് ഇതിനകത്ത്. ഷഹീൻ സിദ്ദീഖ്, നമ്മുടെ ക്ഷമിക്കണം, ഷെഫീഖ്, ഷെഫീഖാണ് ഇതിന്റെ ഒരു മ്യൂസിക് ചെയ്യുന്നത്. പാട്ടുകളിൽ ഏതെങ്കിലും കോമഡി പരമായിട്ട് ഏതെങ്കിലും പാട്ട് ഉദ്ദേശിക്കുന്നത്? 2 സോങ് പക്കാ ഹ്യൂമറാണ്. അതിന്റെ ഒരു എലമെന്റ് അങ്ങനെയാണ് പോകുന്നത്. പ്രേക്ഷകർ ഇപ്പൊ കുറെ പേര് സ്ട്രെസ് ഒക്കെ ഉള്ള ആൾക്കാരാണ്, മൂഡ് ആയിട്ടുള്ള ആൾക്കാര്. അപ്പൊ അവർക്കൊരു ചേഞ്ച് ആയിരിക്കും, അവർക്ക് ചിരിക്കാനുള്ള ഒരു പടമായിരിക്കും. 2.25 മണിക്കൂർ ചിരിച്ച് ഭയങ്കര എൻജോയ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകാവുന്ന ഒരു തിയേറ്റർ റിലീസ് തന്നെയാണല്ലോ. തിയേറ്റർ റിലീസാണ്. വേൾഡ് വൈഡ് ആയിട്ടാണോ? അതൊന്നും അറിയാൻ പാടില്ല. നമ്മുടെ വിമൽ രാജ് തിരുവനന്തപുരം റിവ്യൂറാണ്. ഈ സിനിമ ഒരു ഫൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിന്റെ ജോണർ മൊത്തം ഫണ്ണായിട്ടുള്ള കോമഡി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നിഷ PS പ്രൊഡ്യൂസറാണ്. ഇന്നലെ ഇറങ്ങിയത് ശങ്കരനും പാറു ഞാനും ജോഡിയായിട്ട് ചെയ്ത് പണിയെടുക്കാത്ത ഇതിനെപ്പറ്റി ആശംസ സാറെന്ന് പറഞ്ഞിട്ട് പേര് പറയാൻ ട്രോളി കൊല്ലും ആൾക്കാര്. അപ്പം ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. അപ്പോൾ ഗുലാൻ തട്ടുകടയ്ക്ക് ആശംസ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആട്ടയം പറയും ഒരു ആശംസ.
ആശംസ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. കാരണം എന്താ, ഒരു മിമിക്രി കലാകാരന് എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ പേര് കേട്ടപ്പോൾ ഞെട്ടി പേര് ഞെട്ട് മാത്രമല്ല, അബീക്കയുടെ കൂടെ ആണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. മൂവാറ്റക്കാരനായതുകൊണ്ടും ഇല്ലേ, അബീക്ക ഷിയാസിക, ആ പഴയ കാലം കൊച്ചിൻ സാഗർ, മറക്കാൻ പറ്റാത്തൊരു മിമിക്രി ട്രൂപ്പാണ്. അതുപോലെ കൊച്ചിൻ ഡിസ്കവറി, അത് കോട്ടയം നസീർക്കാണ്. ജോണിയാണ് ചേട്ടന്റെ പടത്തിൽ കോമഡി. ഒരു കാര്യം പറഞ്ഞു തീർക്കട്ടെ, അതായത് അന്ന് ആ ജയസൂര്യ ചേട്ടനൊക്കെ ഉള്ള സമയത്ത് അല്ലേ, ജയൻ അന്ന് കോട്ടയം ചേട്ടൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈം. ഞാൻ അബീക്കടുള്ള സമയം ജയൻ ആ സമയത്ത് കോട്ടയം നസീറിനോട് ഞാൻ ഈ അടുത്ത് ഒരു 8 വർഷമായിട്ടുള്ളൂ. ആ ഒരു സമയത്ത് ചെയ്യുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് ആ സിനിമ അല്ല ആ ഒരു മിമിക്രി, ആ വേദികൾ, ഉത്സവപ്പുറമൊക്കെ ഇന്ന് മാറിയില്ലേ, ഇന്നെല്ലാം ചാനല്. തീർച്ചയായും ആ പണ്ടത്തെ ഒരു സന്തോഷമില്ല. ആശംസയായിട്ട് നമ്മുടെ ബ്രൈറ്റ് ഒന്ന് വേദിയിലേക്ക്. അരിയണ്ട പെണ്ണിന്റെ ഡയറക്ടറും ഒരുപാട് സന്തോഷം. കാരണം ഞാൻ 7 വർഷം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഫ്ലവേഴ്സിലെ മിമിക്രിയുടെ ഓഡിഷന്. അപ്പം വീണ്ടും അൺഎക്സ്പെക്ടഡ് അല്ല വിളിച്ചത് ആട്ടായാണ്. അഭിലാഷ് ആട്ടായത്തിന് അന്നേ പറയുന്നത്. കാരണം സാറിനെ പരിചയപ്പെടാൻ പറ്റി. ഞാനും സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു, നാടകമായിരുന്നു, നാളത്തിൽ നിന്ന് പ്രൊഫഷണൽ നാടകത്തിലൊക്കെ വന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കൂടെ ആട്ടായാണെങ്കിലും സാറാണെങ്കിലും ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റിയ. പിന്നെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഞാൻ ഒരുപാട് കോമഡി ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം പല പല സിനിമകളും വന്നു, പക്ഷേ എനിക്ക് അതിലൊന്നും പ്രതീക്ഷ വന്നില്ല. പക്ഷേ ഈ പേരിൽ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം, വ്യത്യസ്തമായ ഒരു പേരാണ്. അടി തന്നെ കൊടുത്തിട്ടുണ്ട്, ഫൺ അൺലിമിറ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഒരു ഭയങ്കര പ്രതീക്ഷ. സാറിന് ഭാവിയിൽ ഒരു ഒമർ ലുലു ആകാൻ ചാൻസ് ഉണ്ടോ? ഒമർ ലുലു സാറിന്റെ പടത്തിലുണ്ട്, അതാണ് ഇവിടെ പറഞ്ഞത്. അത് നമ്മൾ പറയാൻ വേണ്ടി അതായത് ഒമർ ലുലു നമ്മുടെ സുഹൃത്താണ്. ഒമർ ലുലുവിന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒമർ ലുലുവിന് നല്ലത് വരട്ടെ എന്നാണ് ഞാൻ പറയാനുള്ളത്. അതിനകത്ത് ഇതിന് വല്ല പണ്ട് ജീവിതത്തിൽ കണ്ടോ, എടാ മിമിക്രിക്കാരോ കളിച്ച എങ്ങനെ ഇരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ മണിച്ചേട്ടൻ പറഞ്ഞോലെ, എന്തായാലും അതല്ലേ പറഞ്ഞത്, എന്തായാലും ഉലാന്റെ തട്ടുകട വേറെ ലെവലാവട്ടെ. ഈ സ്വന്തം സഹോദരനെ എല്ലാവിധ ആശംസകളും. ഒരുപാട് സന്തോഷം. അപ്പൊ ഞാനും പറയാം, അപ്പൊ ഗുലാൻ സ്റ്റാർ ആയിരുന്നു അന്ന് ചെയ്തോണ്ടിരുന്നത്. അന്ന് സ്റ്റാറുകളല്ല, സ്കിറ്റ് എഴുതുമായിരുന്നു, ചെയ്യുമായിരുന്നു. ഇപ്പൊ ഞാൻ നമ്മുടെ മരിച്ചു കുഞ്ഞാണ്ടി സാറിനൊക്കെ ജസ്റ്റ് എന്തെങ്കിലും ചെയ്യാൻ, അല്ല അദ്ദേഹമൊക്കെ മരിച്ചു ചെയ്തിട്ടില്ല, എന്നാലും ഒരു ചെറുതെന്തെങ്കിലും നമ്പർ നമുക്ക് ഈ പടത്തിന്റെ പേര്. അപ്പൊ ഞാൻ പറയട്ടെ, പെട്ടെന്ന് ഇപ്പൊ എന്റെ അടുത്ത് ജനാർദ്ദൻ പറയുമ്പോഴുള്ള സാറേ, നമസ്കാരമുണ്ട്, ഗുലാന്റെ തട്ടുകടയല്ലേ, എന്ത് വേണമെങ്കിലും കിട്ടും, അപ്പം വേണോ പുട്ട് വേണോ എന്ത് ഫ്രീയാ. അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഞാൻ കുറെ നാളെ ചെയ്തിട്ട്, എന്നാലും നിങ്ങൾ ഇത്ര പറഞ്ഞുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. ഉമ്മൻചാണ്ടി സാറിന്റെ അദ്ദേഹം സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഇത് കണ്ടാലേ. ആശംസകൾ പറയാം. അത് ഞാൻ ഒരുപാട് തവണ ഇത്തരത്തിലൊക്കെ സിനിമയൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണ്. പണ്ടൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ രാഷ്ട്രീയത്തിൽ മൊത്തം അഭിനയമാണല്ലോ, അപ്പം അതുപോലെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇന്ന് ഇവിടെ അഭിനയിക്കുന്നില്ല. ഇന്ന് ഞാനിവിടെ ഇ.കെ. നായനാർ സാറ്, കരുണാകർജിയൊക്കെ ഉൾപ്പെടെ ഞങ്ങൾ ചിരിച്ച് അർമാദിക്കുകയാണ് ഇവിടെ. അപ്പോൾ എന്തായാലും ഇന്ന് ഗുലാൻ തട്ടുകട എന്ന് പറയുന്ന ആ സിനിമ പൂജയാണെന്ന് അറിഞ്ഞു. എല്ലാവിധ ആശംസകളും നന്നായി വരട്ടെ. താങ്ക് യു. ചെയ്യുന്ന ഒരു ഇതുണ്ട് അപ്പൊ അവസാനമായിട്ട് നമ്മളും ഒരു ചെറിയ മിമിക്രിയിൽ ചെയ്യുകയാണ്. ഇന്നലെ സംഭവം ഉണ്ടായി, ഞാൻ പറയാം. ഇന്നലെ സംഭവം ഉണ്ടായി. അനുവേട്ടനല്ല, ദിലീപേണ്ട അനിയൻ. അനുവേട്ടനെ ഞാൻ കണ്ടു. അപ്പൊ അനുവേട്ടനെ വൈറ്റിലേക്ക് വന്നാ. അപ്പൊ ഞാൻ അനുവേട്ടനോട് അനുവേട്ട പെരേര ചെയ്യുന്നൊരു വോയിസ് കേൾപ്പിക്കുന്ന പുള്ളിനെ കാണിച്ചു കൊടുത്തപ്പോ ആ ചെയ്യുന്ന സൗണ്ട് തമ്മില് എങ്ങനെയുണ്ട്, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ സാധനം അല്ല, ഈ ഒരു സാധനം അപ്പൊ ചെയ്യുന്ന പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, അന്ന് ദിലീപേട്ടന്റെ മുമ്പിൽ വെച്ച് കാണാനുള്ള ഒരു ചോദിച്ചു കിട്ടിയതൊക്കെ പുള്ളിക്ക്. പിന്നെ ആദ്യം പോകണം വേണ്ടി എന്തായാലും ഗുലാന് തട്ടുകടയ്ക്ക് എല്ലാവരും ആശംസ നേരുന്നതാണ്. മുന്ന ഇഷാൻ നല്ലൊരു നേരത്തെ ചെയ്യട്ടെ. എല്ലാവരും ആശംസകളും നേരും. അടിപൊളി. ഒരു ഭൂതം കൂടെ കാണിച്ചു തരാം. എന്തായാലും ഇഷ്ടപ്പെടും. ഭൂതം പടർത്തി ഭൂതം ആ സൗണ്ടിൽ പറയാം. കൊമ്പൊക്കെ വെച്ചോ, കൊമ്പ് വേണം. ഭൂതപ്പാട്ട് 2 കാതും അടിപൊളി അടിപൊളി പടപടി നടുവിൽ പച്ചട ബോധം ഞാൻ പടപടി പടപടി ചുറ്റി നടക്കണ എട്ടടി ബോധം ഞാൻ ബോധം ഞങ്ങൾക്ക് ബോധം. താങ്ക് യു. ഞാനൊരു കാര്യം ചോദിച്ചു, കട്ട് ചെയ്യണ്ടല്ലോ, വിവാദമാവോ? ഇതൊക്കെ ചെയ്യാനായിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കണം? ആഴ്ചയിൽ ഒരിക്കല്. ഓക്കെ, അപ്പൊ ഗുലാന്റെ തട്ടുകടയ്ക്ക് ആശംസകൾ.